നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ഓരോ സാഹചര്യങ്ങളും എന്തുകൊണ്ടാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ലൈഫിലേക്ക് വരുന്ന വ്യക്തികൾ, സാഹചര്യങ്ങൾ, ഇവയെല്ലാം ഓൾറെഡി ഈ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്നാൽ അങ്ങനെയാണ്. അതായത് നമ്മളിലേക്ക് വരുന്ന വ്യക്തികൾ, സാഹചര്യങ്ങൾ, ഇവയെല്ലാം തന്നെ ഓൾറെഡി പ്രോഗ്രാമഡ് ആണ്. നമ്മുടെ അടുത്തേക്ക് വരുന്ന വ്യക്തികൾ എന്ന് പറയുമ്പോൾ 3 തരത്തിലുള്ള സോൾ കോൺട്രാക്ട്സ് ആണ് നമ്മുടെ ചുറ്റിലും ഉള്ളത്. ഓക്കെ, 3 തരത്തിലുള്ള സോൾ കോൺട്രാക്ട്സ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അതൊരു കാർമിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു സോൾമേറ്റ് ആയിരിക്കും, അതും അല്ലെങ്കിൽ അതൊരു ട്വിൻ ഫ്ലെയിംസ് ആയിരിക്കും. ഇതിൽ മെജോറിറ്റി, അതായത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സാഹചര്യങ്ങളും ഒരു 99% പങ്ക് വഹിക്കുന്നത് കാർമിക്സ് ആണ്. പലർക്കും കാർമിക്സ് എന്താണെന്ന് അറിയില്ല. കാർമിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സോളിനെ അതിൻ്റെ ഹയർ സെൽഫിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടി നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് നമ്മുടെ കാർമിക്സ്. നമ്മുടെ കാർമിക്സ് ആയിട്ട് വരിക നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളായിരിക്കും, അതായത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ബന്ധങ്ങളായിരിക്കും. ചുരുക്കത്തിൽ നമ്മുടെ അച്ഛൻ, നമ്മുടെ അമ്മ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കൾ, നമ്മുടെ കൊളീഗ്സ്, നമ്മുടെ പാർട്ട്ണർ. അതായത് നമ്മുടെ ലൈഫിൽ പെട്ടെന്ന് നമുക്ക് നോ എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഡീപ്പ് കണക്ഷൻ ഇവരുമായിട്ട് ഉണ്ടാവും. നമ്മുടെ കാർമിക്സ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ലൈഫിലെ ഇവരുമായിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ട് എന്നതാണ് സത്യം. അതായത് ഈ സോൾസ് അവരുടെ കർമ്മ ഫുൾഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഓരോ ജന്മത്തിലും നമ്മളോടൊപ്പം ഇവർ കൂടെ വരുന്നത്. ഈ കൂടെ വരുന്നത് നമ്മുടെ സോളിനെ അതിൻ്റെ ഹയർ സെൽഫിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ സോള് ഹയർ സെൽഫിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സോളിന് വേണ്ടത് എക്സ്പീരിയൻസ് ആണ്, കൂടുതൽ അറിവുകളാണ്. ഈ അറിവുകളും ഈ പറഞ്ഞ എക്സ്പീരിയൻസും കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളോടൊപ്പം കാർമിക്സ് വേണം. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ട്രിഗേഴ്സ് തന്നാൽ മാത്രമാണ് എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് എന്നിൽ മാത്രം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് നമ്മൾ ചിന്തിക്കുകയുള്ളൂ. ആ ഒരു മൊമെന്റിലാണ് നമ്മുടെ സോളിനെ പറ്റി നമ്മൾ ആഴത്തിൽ ചിന്തിക്കുന്നതും അതിനെ എങ്ങനെ ഉയർത്തിയെടുക്കണം, ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ ഓവർകം ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഈ സാഹചര്യത്തെ നമ്മളിലേക്ക് തരുന്നത് കാർമിക്സ് ആണ്. രണ്ടാമത്തത് നമ്മുടെ സോൾമേറ്റ്സ് ആണ്. സോൾമേറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ചുറ്റിലുള്ള എല്ലാവരും നമ്മൾക്കെതിരായാലും ഏതെങ്കിലും ഒരാൾ നമ്മളെ കേൾക്കാനുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് താങ്ങി നിർത്താൻ ഒരാളുണ്ടാവും. അവരാണ് സോൾമേറ്റ്സ്. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മുടെ സോളിന് അതിൻ്റെ ഹയർ സെൽഫിലോട്ട് എത്തുന്നതിന് സോൾമേറ്റ്സിന് വലിയ പങ്കില്ല എന്നതാണ്. കാരണം ഇവര് നമ്മൾക്ക് ഓക്കെ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അവർക്ക് കംഫർട്ട് ആവുകയാണ് ചെയ്യുന്നത്, നമ്മളുടെ ആ ഒരു ഇടം കംഫർട്ട് ആവുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ സോളിന് വേണ്ടത് ആ ഓക്കെ എന്ന മൂഡല്ല. കൂടുതൽ ട്രിഗേഴ്സ് വരുമ്പോഴാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നത്. മൂന്നാമത്തെ കാറ്റഗറിയാണ് ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുന്നത്. അത് പറഞ്ഞു വരുമ്പോൾ കുറച്ചുകൂടെ ആഴത്ത് പറയേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ തന്നെ സോൾസിൻ്റെ ഒരു മിററിങ് സോളാണ് ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുന്നത്. സോ ഇതിൽ തന്നെ തുടക്കത്തിലേക്ക് വരാം. അതായത് നമ്മുടെ സോൾ കോൺട്രാക്റ്റിൽ 99% നമ്മുടെ കാർമിക്സുമായിട്ടാണ് ഉണ്ടാകുന്നത്. ഈ കാർമിക് സൈക്കിൾ എങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർമ്മ നമ്മൾ ക്ലിയർ ചെയ്യുമ്പോഴാണ്. നമ്മളത് റിയലൈസ് ചെയ്ത് തുടങ്ങുന്ന മൊമെന്റ് തൊട്ടിട്ട് ഈ ഒരു ട്രിഗറിങ്ങിൽ മാറ്റം വന്നു തുടങ്ങും. പലതരത്തിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്, പലതരത്തിലുള്ള സ്പിരിച്വൽ ടെക്നിക്സ് ഉണ്ട് നമ്മുടെ കർമ്മ നമുക്ക് റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ ആദ്യപടി എന്ന് പറയുന്നത് നമ്മൾ ഈ സാഹചര്യത്തെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു സോൾ ആണെന്നും നമ്മുടെ ചുറ്റിലുമുള്ളവരെല്ലാം തന്നെ മറ്റ് സോൾസ് ആണെന്നും നമ്മളിലേക്ക് വരുന്ന കോൺട്രാക്ട്സും തമ്മിൽ, അതായത് നമ്മളിലേക്ക് വരുന്ന മറ്റ് സോൾസും തമ്മിലൊരു കോൺട്രാക്ട്സ് ഉണ്ട് എന്നും ഈ കോൺട്രാക്ട്സ് നമ്മുടെയോ അല്ലെങ്കിൽ അവരുടെയോ സോളിനെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണെന്നുള്ളൊരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. എന്താണ് സോൾ കോൺട്രാക്ട് എന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.